ഹായ്, ജോഫി ജ്യൂസ് ആണ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ഈ സിനിമ 80-90 കാലഘട്ടത്തിൽ നാട്ടിൻപുറത്തു കൂടി ആരെയും ശല്യപ്പെടുത്താതെ സമാധാനത്തോടെ പോകുന്ന ഒരു ബസ്. ആ ബസ്സിൽ നിറയെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള യാത്രക്കാർ. ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചു പറയുന്നു, അയ്യോ വണ്ടി വിടല്ലേ, ഒരാളും കൂടെ കയറാനുണ്ടെന്ന് പറയുമ്പോൾ അയാളെ വെയിറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ടി നിർത്തി കൊടുക്കുന്ന പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു പഴയ ഒരു ബസ്. അങ്ങനെ നമുക്ക് ഈ സിനിമയെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് AC വോൾവോ ബസ്സും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും എന്ന് വേണ്ട റോബിൻ ബസ്സും പ്രതീക്ഷിച്ചൊന്നും ഈ സിനിമയ്ക്ക് ആരും പോകരുത്. അല്ലെങ്കിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കനൽ, അവസാനം വരെ ആ കനൽ അതുപോലെ തന്നെ തീ കത്തിപ്പിടിക്കാതെയോ തീ കെട്ടുപോകാതെയോ ആ കനൽ അതുപോലെ തന്നെ സൂക്ഷിച്ച് അവസാനം വരെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഡാർവിൻ കുര്യാക്കോസ് എന്ന പുതുമുഖ സംവിധായകന്റെ ടോവിനോ ചിത്രം. അതിൽ ടോവിനോയുടെ കൂടെ അഭിനയിക്കാനാണെങ്കിൽ ഒരു പിടി സഹതാരങ്ങളും: സിദ്ദിഖ്, ഇന്ദ്രൻസ്, മധുബാൽ, ഷമ്മി തിലകൻ, ഹരിശ്രീ അശോകൻ, പ്രമോദ് വെളിയനാട്, രമ്യ സുവി, ബാബുരാജ്, നന്ദു, പ്രേം പ്രകാശ് എന്ന് വേണ്ട നമുക്കറിയാത്ത ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒരുപാട് പേര് ഈ സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടോവിനോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം, അതിന്റെ തിരക്കഥയായിക്കോട്ടെ, അതിന്റെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ, പഴയ കാലം കാണിക്കുന്നതിനോട് നീതി പുലർത്തുന്ന സെറ്റ് ആയിക്കോട്ടെ, എല്ലാം 100% മികച്ചതായിരുന്നു. ഈ പടത്തിന്റെ പിന്നിൽ എഡിറ്ററായി നിന്നേക്കുന്ന സൈജു ശ്രീധരൻ, പുലിയോങ്ക പുലി, ലാസ്റ്റ് ഇറങ്ങിയ ഓസ്ലർ ആയിക്കോട്ടെ, അഞ്ചാം പാതിര, മഹേഷിന്റെ പ്രതികാരം, മായാനദി എന്നുവേണ്ട കുമ്പളങ്ങി നൈറ്റ്സ്, ഇതിന്റെ എല്ലാം എഡിറ്റർ ആയിരുന്ന സൈജു ശ്രീധരനാണ് ഈ മനോഹരമായി എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ക്യാമറ ഗൗതം ശങ്കർ. പഴയ കാലത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സീനുകളും കളർ ടോണുകളും ഷെയ്ഡുകളും ഒക്കെ വളരെ മനോഹരമായി ഉപയോഗിച്ചിട്ടുള്ള ഗൗതം ശങ്കറും മികച്ചു നിന്നു. മ്യൂസിക്കിന്റെ കാര്യമാണെങ്കിൽ സന്തോഷ് നാരായൺ. അധികം ആർക്കും അങ്ങനെ അത്ര പരിചയം ഉണ്ടാവില്ല, പക്ഷേ ശ്രദ്ധിക്കപ്പെടേണ്ട ആളുടെ ഒരു സിനിമയുണ്ട്. തമിഴിൽ ഇറങ്ങിയ പരിയേരും പെരുമാൾ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ കമ്പോസറാണ് ഈ പുലി. അപ്പോൾ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് ആൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തുടക്കം തന്നെ പേര് എഴുതി കാണിച്ച് ടോവിനോട് ഇൻട്രോ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സോങ് നമുക്ക് അത്ര ഹൃദ്യമായിട്ട് തോന്നിയില്ല. ആ സോങ് ഇത്തിരി ഈ പടത്തിന് വേണ്ടി ചെയ്തതാണോ എന്ന് പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരിക്കലും സിനിമയുടെ കഥയെ വെല്ലുവിളിച്ചുകൊണ്ടോ നായകന് വേണ്ടിയിട്ട് പ്രത്യേക BGM ഒക്കെ ഇട്ടൊന്ന് കയറി വരാനൊന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കിയിട്ടില്ല. ടോവിനോ എന്ന നായകന്റെ ഹീറോയിസം കാണിക്കുന്ന ഒരു സീനുകളും നമുക്ക് ഈ പടത്തിൽ കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഒരു അത്ഭുതം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ടോവിനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റണ്ട് വേണമെന്നോ, ഞാൻ വരുമ്പോൾ സ്പെഷ്യൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണമെന്നോ, അല്ലെങ്കിൽ ഒരു സ്ലോ മോഷൻ സീനുകൾ വേണമെന്നോ ഒന്നും ഈ പടത്തിലേക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് ഈ പടത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ബിക്കോസ് ഈ പടം അങ്ങനത്തെ ഒരു സീനുകളും ആവശ്യപ്പെടുന്നില്ല. പഴയ കാലത്തിനോട് നീതി പുലർത്താൻ വേണ്ടി അതിൽ ആർട്ട് വർക്ക് ടീമുകൾ ചെയ്തേക്കുന്ന ഒരുപാട് മനോഹരമായ സെറ്റുകൾ, കടകള്, ആ കാലത്തെ വാഹനങ്ങള്, ഉപയോഗിക്കുന്ന റേഡിയോ മുതല് എല്ലാ സാധനങ്ങളും അതിനോടൊക്കെ 100% നീതി പുലർത്തി. ഈ പടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ പടത്തിൽ ചെയ്തേക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ പടത്തിന് വേണ്ടിയിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ ഒന്നും മുഴച്ചു നിൽക്കാതെ ചേർന്ന് പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു ഈ പടം പക്ക ഒരു സ്റ്റോറി ബോർഡൊക്കെ വരച്ച് മനോഹരമാക്കി സീൻ ബൈ സീൻ, സിനിമാറ്റോഗ്രാഫർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, എല്ലാവരും തലയിൽ ഈ പടം എങ്ങനെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഒരു രീതിയിലും ഒരു സ്ഥലത്തും പടം ഭയങ്കരമായി കയറി പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ബോറടിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു ഗൃഹപാഠം ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ പടം മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് ഇങ്ങനെ തന്നെ ഈ പടം എടുക്കണമെന്ന് പക്കാ പ്ലാനോട് കൂടി ചെയ്തേക്കുന്ന ഒരു സിനിമ. ഈ സിനിമ ഇന്നത്തെ കാലത്തെ ക്രൈം ത്രില്ലറുകളുമായി നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അതുമായിട്ടൊരു ബന്ധമില്ല. ചെറിയൊരു ഇടവഴി കൂടി പോകുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് കാണാം. മറ്റ് സിനിമകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ അവസാനം ഇറങ്ങിയ ഓസ്ലർ ആയിക്കോട്ടെ, അതെല്ലാം ടിസ്റ്റ് അല്ലെങ്കിൽ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, വിഷ്വൽ ട്രീറ്റ്, അല്ലെങ്കിൽ ആക്ഷൻ സീനുകളൊക്കെ വെച്ചിട്ട് നമ്മളെ ഒരു ത്രില്ലടിപ്പിച്ച് എന്ത് സംഭവിക്കും അടുത്തത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും ഈ സിനിമയിൽ അവർ അതിനൊന്നും മുതിരുന്നില്ല. എങ്ങനെയാണോ സിനിമ പോകുന്നത് അങ്ങനെ തന്നെ പോയി അങ്ങനെ തന്നെ അവസാനിക്കുകയാണ്. ടോവിനോട് കൂടെ അഭിനയിച്ചേക്കുന്നത് പേര് പറഞ്ഞാൽ തീരില്ല, അത്രയും അഭിനേതാക്കളുണ്ട് ഈ സിനിമയില്. ടോവിനോയുടെ ഫാദർ വരെ ഈ പടത്തിൽ ടോവിനോയുടെ ഫാദറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ജിനു ആണ്. ജിനു ആദം ജോൺ കടുവ എന്ന സിനിമയുടെ ഒക്കെ റൈറ്റർ ആയിരുന്നു. ആ പടത്തിലൊക്കെ അഭിനയിച്ചേക്കുന്നത് നമ്മുടെ പൃഥ്വിരാജ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. പൃഥ്വിരാജ് ഒക്കെ ഒരു ശബ്ദ സാന്നിധ്യമായി അവസാനം ഈ സിനിമയിലേക്ക് വരുന്നുണ്ട്. ഇനി പടത്തിന്റെ പോരായ്മകളിലേക്ക് വരാം. ഈ പടത്തിന്റെ വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഈ പടം തുടങ്ങി അന്വേഷണം ആരംഭിക്കുമ്പോൾ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും 2 കൊലപാതകങ്ങളെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. നമ്മൾ ഈ പടം തുടങ്ങി ഇവര് അന്വേഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ പുറത്തുപോയി ചായയും ഒരു പപ്സും ഒരു മുട്ട പപ്സ് ഒക്കെ കഴിച്ച് അകത്ത് കയറിയാൽ പോലും പടം എന്താണോ എന്നുള്ളത് ആ അവസാനം പ്രതിയെ പിടിക്കുന്ന സമയത്ത് ഈ
സകലമാന ചരിത്രവും പറഞ്ഞ് വീണ്ടും കഥ ഒന്നും കൂടെ ഇരുന്ന് പറയേണ്ട ഒരു അവസ്ഥ. അതായത് ടോവിനോ ഈ കഥ വീണ്ടും ഇരുന്ന് പറയാണ്. അപ്പൊ നമ്മള് പടം ഇടയ്ക്ക് മിസ്സായാൽ പോലും അവസാനം നമുക്ക് ഈ പടത്തിന്റെ മുഴുവൻ കഥ ഇവർ ഒന്നേന്ന് പറഞ്ഞു തരും. രണ്ടാമത്തെ കഥ, രണ്ടാമതും ഒരു കൊലപാതകം, ഒരു പെൺകുട്ടിയുടെ കൊലപാതകം അന്വേഷിക്കുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ അവസാനം ഇത്രയും വലിയ ഒരു 70% കേസ് അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ട് അവസാനം വീണ്ടും നമ്മുടെ ടോവിനോ ഇരുന്നിട്ട് മറ്റേ സാമൂഹിക പാഠം ക്ലാസ് പറയുന്ന പോലെ ആദ്യം ഒരാളോട് ഒരു കഥ പറഞ്ഞ് അത് അപ്പൊ നമ്മളെല്ലാവരും തെറ്റിദ്ധരിപ്പിച്ച് ഇതായിരിക്കും കഥ എന്ന് പറയുമ്പോൾ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. പിന്നെയും വേറൊരാളുടെ അടുത്ത് വീണ്ടും കഥ പറയുമ്പോൾ ഒന്നേന്ന് പറഞ്ഞ ഈ കഥ വീണ്ടും ആദ്യം മുതൽ അവസാനം വരെ കാണിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പടത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയാലും ഒരു കുഴപ്പമില്ല, അവസാനം വരുന്ന ഈ ടോവിനോ കഥ പറയുന്ന ഈ സമയം സിനിമ കണ്ടാലും മതി എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഈ പടം നമ്മുടെ പഴയ കാലത്തെ റേഡിയോയിൽ ശബ്ദരേഖയൊക്കെ കേൾപ്പിക്കില്ലേ, അങ്ങനെ കേൾപ്പിക്കാൻ പറ്റിയ പടം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പതുക്കെ പതിഞ്ഞ താളത്തിൽ പോകുന്നതുകൊണ്ട് ശബ്ദരേഖയായിട്ട് പോലും കേട്ടാൽ പോലും നല്ല ശ്രവണാനുഭവം നമുക്ക് ലഭിക്കുന്നതായിരിക്കും എനിക്ക് തോന്നിയായിരുന്നു. കോട്ടയം നസീർ ആയിക്കോട്ടെ, അസീസ് ആയിക്കോട്ടെ, തുടക്കം തന്നെ ടോവിനോയുടെ മേലുദ്യോഗസ്ഥരായിട്ട് കാണിക്കുകയും അവർക്ക് നല്ലൊരു സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ട് പിന്നെ അവര് അവസാനം വരുമ്പോഴൊന്നും ഇവര് ഇല്ല, തുടക്കത്തെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ ഇവരൊക്കെ. പക്ഷെ അവരൊക്കെ മനോഹരമായിട്ട് അഭിനയിച്ചിരുന്നു. അവസാന കൊലപാതകം അന്വേഷിക്കുമ്പോൾ കാണിക്കുന്ന ട്വിസ്റ്റ് ആയിക്കോട്ടെ, നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ട്വിസ്റ്റ് ആയിട്ടൊന്നും നമുക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഒന്നും മോശമാക്കിയിട്ടില്ല, വളരെ രസകരമായ രീതിയിൽ തന്നെ ഇവർ ചിത്രീകരിച്ച് പോയിട്ടുണ്ട്. നമ്മൾ ഓസ്ലർ സിനിമയൊക്കെ കണ്ട് അതിന്റെ ഹാങ് ഓവർ ഒന്നും വെച്ച് ഈ സിനിമയ്ക്ക് പോകരുത്. ബിക്കോസ് ഇത് അങ്ങനെ പോകുന്ന ഒരു സിനിമയല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. ടോവിനോയുടെ കിലുക്കൻ ഡയലോഗുകളോ BGM-ഓ അതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ടോവിനോയ്ക്ക് സ്പെഷ്യൽ ഈ സിനിമയിൽ ഞാനാണ് നായകൻ എന്ന് പറഞ്ഞിട്ട് ടോവിനോനെ ഇങ്ങനെ പൊക്കി പിടിച്ച് കഥ അവതരിപ്പിക്കാനൊന്നും ഡാർവിൻ ശ്രമിച്ചിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള, വളരെ കൂളായിട്ട് ഇരുന്ന് രസിച്ച് പോപ്കോണൊക്കെ നുണഞ്ഞ് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ ക്രൈം ത്രില്ലറുകളെ പോലെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് അല്ലെങ്കിൽ ഇടിവെട്ട് BGM അതൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത്. വളരെ രസകരമായ, ആസ്വദിച്ച് സമാധാനമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് സൂപ്പർ ഹിറ്റ് ആവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ സൂപ്പർ ഹിറ്റ് ആവും എന്നൊന്നും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഓസ്ലറിന്റെ അത്രയും പോലെ എത്തുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ പടം കണ്ടിട്ടുള്ള എൻ്റെ റിവ്യൂ റേറ്റിംഗ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-ൽ നമുക്കൊരു 6 റേറ്റിംഗ് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ കുരിശ് ജംഗ്ഷന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടെ കൂട്ടാം എന്ന് തോന്നുന്ന ചാനലാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുരിശ് ജംഗ്ഷൻ. താങ്ക് യു.